Good morning, my dear students. Today our topic, central bank. Then according to Samuelson, a central bank operates to control economy, supply of money and credit. Central bank operates to control economy, supply of money and credit. Then according to BIS, Banking of International Settlement, a central bank is the bank in any country to which has been entrusted the duty of regulating the volume of currency and credit in that country. Then central bank is the bank in any country to which has been entrusted the duty of regulating the volume of currency and credit in that country. Then another words, central bank is the bank which constitute the apex of the monetary and banking structure of a country. It is an institution which is charged with the responsibility of managing the expansion and contraction of the volume of money in the interest of general public welfare. It is created to operate for the public purpose of influencing the economy in a desirable directions through the monetary means. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ബാങ്കിനെ കുറിച്ചാണ്. ഇപ്പം നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI. അപ്പോൾ RBIയും അതിൻ്റെ ഫങ്ഷൻസും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം മറ്റുള്ള രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബാങ്കുകളുടെ ഫങ്ഷൻസ് എന്താണ്, അതേപോലെ തന്നെ ആ ബാങ്കുകളുടെ ഫീച്ചേഴ്സ് എന്താണ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ദെൻ അവിടെ നിങ്ങൾക്ക് മനസ്സിലായി സാമുവൽസിൻ്റെ ഡെഫിനിഷനിലെ ആ സെൻട്രൽ ബാങ്ക് ഓപ്പറേറ്റ്സ് ടു കൺട്രോൾ എക്കോണമി. നമ്മുടെ എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്നൊരു ബാങ്കിങ് സംവിധാനമാണ് ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്, അതായത് പണം കൊടുക്കുന്നതും അതിൻ്റെ വായ്പകൾ കൊടുക്കുന്നതൊക്കെയുമായി ബന്ധപ്പെട്ട് മൊത്തം രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ അതിനെ കൺട്രോൾ ചെയ്യാൻ പവറുള്ള ഒരു ബാങ്കിങ് സംവിധാനമാണ് ഇത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ അനദർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റിൽ പറയുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് ഈസ് ദ ബാങ്ക് ഇൻ എനി കൺട്രി ടു വിച്ച് ഹാസ് ബീൻ എൻട്രസ്റ്റഡ് ദ ഡ്യൂട്ടി ഓഫ് റെഗുലേറ്റിംഗ് ദ വോളിയം ഓഫ് കറൻസി. ഏത് രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ആണെങ്കിലും ആ രാജ്യത്തിൻ്റെ കറൻസിയെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്, ആൻഡ് ക്രെഡിറ്റ് ഇൻ ദാറ്റ് കൺട്രി, ആ രാജ്യത്ത് കൊടുക്കേണ്ട വായ്പാ സംവിധാനത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്, ആ ബാങ്ക് എന്ന് പറയുന്ന സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. The central bank is the bank which constitutes the apex of the monetary and banking structure of a country. It is an institution which is charged with the responsibility of managing the expansion and contraction of the volume of money in the interest of general public വെൽഫെയർ. അവിടെ നമ്മൾ പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മണി, പണത്തിൻ്റെ വിനിമയം, പണം എത്രമാത്രം കൂട്ടണം അല്ലെങ്കിൽ അത് കുറയ്ക്കണം, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മണി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക് വെൽഫെയർ. അതായത് മൊത്തം പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ട് പണത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ അതിൻ്റെ വോള്യം അത് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ വേണ്ടത്, അതിന് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും, നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു ഓപ്പറേറ്റ് ഫോർ ദ പബ്ലിക് പർപ്പസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ എക്കോണമി ഈസ് ഡിസൈറബിൾ ഡയറക്ഷൻസ് ത്രൂ മോണിറ്ററി ടേംസ്. പണത്തിൻ്റെ മൂല്യത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെൻട്രൽ ബാങ്ക് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് what are the features of central bank? Next topic, what are the features of central bank? Central bank in the features then first one is apex institution, then public welfare, no profit motive, wholly owned by the government, control of economy, wide powers, cooperation with national government, no political interference. These are the some type of features of central bank. നമുക്ക് RBIയുടെ ചോദിച്ചാൽ നമുക്കിതൊക്കെ എഴുതാനായിട്ട് സാധിക്കും. ദെൻ ഇവിടെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടേഴ്സ് ഓഫ് സെൻട്രൽ ബാങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഒരു ബാങ്കിങ് മേഖലയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ സെൻട്രൽ ബാങ്ക് ഈസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ സുപ്രീം ബാങ്ക് ഓഫ് എ കൺട്രി ത്രൂ വിച്ച് ദ എക്കണോമിക് പോളിസീസ് ഓഫ് എ കൺട്രി ആർ ഇംപ്ലിമെൻറ്റഡ്.
It has a controlling power on all banks functioning in the country. രാജ്യത്തിൻ്റെ മൊത്തം ബാങ്കിങ് സംവിധാനത്തെയും കൺട്രോൾ ചെയ്യാനായിട്ട് പവറുള്ള ഒരു ബാങ്കാണ് ഇത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ സെൻട്രൽ ബാങ്ക് ഈസ് ദ അപ്പെക്സ് ബാങ്ക്സ് ഓർ സുപ്രീം ബാങ്ക് ഓഫ് എ കൺട്രി ത്രൂ വിച്ച് ദ എക്കണോമിക് പോളിസീസ് ഓഫ് എ കൺട്രി ആർ ഇംപ്ലിമെൻറ്റഡ്. ഇറ്റ് ഹാസ് ദ കൺട്രോളിംഗ് പവർ ഓൺ all banks functioning in the country. Then second one is public welfare. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പബ്ലിക് വെൽഫെയറിന് വേണ്ടി ആരംഭിക്കുന്ന ബാങ്കാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സെൻട്രൽ ബാങ്ക് ഈസ് ടു മാക്സിമൈസ് പബ്ലിക് വെൽഫെയർ ത്രൂ മോണിറ്ററി പോളിസീസ്. മോണിറ്ററി പോളിസീസിലൂടെ രാജ്യത്തിൻ്റെ വെൽഫെയർ ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സെൻട്രൽ ബാങ്ക്, അനദർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സെൻട്രൽ ബാങ്ക് ഈസ് ടു മാക്സിമൈസ് പബ്ലിക് വെൽഫെയർ ത്രൂ മോണിറ്ററി പോളിസി. ദ തേർഡ് പോയിന്റ് ഈസ് നോ പ്രോഫിറ്റ് മോട്ടീവ്. അതായത് കമേഴ്ഷ്യൽ ബാങ്കുകളുടെയൊക്കെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ഫോർ ക്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ്. സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് മോട്ടീവ്, ലാഭം ഇച്ഛിക്കുന്നില്ല. സെൻട്രൽ ബാങ്ക് ഹാസ് നോ പ്രോഫിറ്റ് മോട്ടീവ്. ഇറ്റ്സ് മെയിൻ എയിം ഈസ് ടു റെഗുലേറ്റ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് എ കൺട്രി. രാജ്യത്തിൻ്റെ പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ ബാങ്ക് ഹാസ് നോ പ്രോഫിറ്റ് മോട്ടീവ്. ഇറ്റ്സ് മെയിൻ എയിം ഈസ് ടു റെഗുലേറ്റ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് എ കൺട്രി. Then fourth point is wholly owned by the government. Central bank fully owned by the central government ആണ്. Central bank is wholly owned by the government of that country and has no private participation. അതായത് RBI ഒരു ഗവൺമെൻറ് ഓൺഡ് കമ്പനിയാണ് അല്ലെങ്കിൽ ബാങ്കാണ്. അതല്ലാതെ തന്നെ അവിടെ പ്രൈവറ്റ് ഓൺഷിപ്പ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഫുള്ളി ഓൺഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്? ഒരു ബാങ്കിങ് മേഖലയിൽ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നോ പ്രോഫിറ്റ് മോട്ടീവ്, അവിടെ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് പോലും ഇല്ല. പബ്ലിക് വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഫുള്ളി ഓൺഡ് ബൈ ദ ഗവൺമെൻറ്. Then control of economy. Through economic policies, the central bank controls inflationary and deflationary tendencies of the economy. രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷണറി അല്ലെങ്കിൽ ഡിഫ്ലേഷണറി കണ്ടീഷൻസിനെ അല്ലെങ്കിൽ അവസ്ഥകളെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ത്രൂ എക്കണോമിക് പോളിസീസ് ദ സെൻട്രൽ ബാങ്ക് control the inflationary and deflationary tendencies of the economy. Then sixth point is wide powers. As the apex institution, the central bank has wide powers which help to regulate the stabilize the economy. Central bank as the apex institution, the central bank has wide powers which help to regulate and stabilize the economy. എക്കോണമിയെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യാനും ഒരു സ്റ്റെബിലിറ്റി, രാജ്യത്തൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും സെൻട്രൽ ബാങ്കിന് സാധിക്കുന്നുണ്ട്. വൈഡ് പവേഴ്സ്. Then next point, cooperation with national government. Cooperation with the national government. The central bank functions in perfect harmony with the government of that country. This helps to formulate and implement the policies of national government. കോപ്പറേഷൻ വിത്ത് നാഷണൽ ഗവൺമെൻറ്. രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ തീരുമാനിച്ച് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടെ സെൻട്രൽ ബാങ്ക് ചെയ്യുന്നുണ്ട്. നോ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്. ദ സെൻട്രൽ ബാങ്ക് ഈസ് യൂഷ്വലി ഫ്രീ ഫ്രം ഓൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ ഓൾ മാറ്റേഴ്സ് ഓഫ് ദി ആക്ഷൻ. ഗവൺമെൻറ് RBIക്ക് RBIയുടെ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. അവിടെ ഒരിക്കലും അവിടെ എന്തില്ല, നമ്മുടെ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് വരാതെ തന്നെ പ്രവർത്തിക്കാനായിട്ട് RBIക്ക് സാധ്യമാണ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി സെൻട്രൽ ബാങ്ക്. RBI എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ എല്ലാ സെൻട്രൽ ബാങ്കുകളുടെയും ഫീച്ചേഴ്സ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒരു ബാങ്കിങ് സെക്ടറിൽ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പബ്ലിക് വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, ഫുള്ളി ഓൺഡ് ബൈ ദ കമ്പനി, ഫുള്ളി ഓൺഡ് ബൈ ദ ഗവൺമെൻറ്, നോ പ്രോഫിറ്റ് മോട്ടീവ്, കൺട്രോൾ ഓഫ് എക്കോണമി, വൈഡ് പവേഴ്സ്, കോപ്പറേഷൻ വിത്ത് നാഷണൽ government and no political interference. Then next topic, what are the functions of central bank? ഇത്തരത്തിലുള്ള സെൻട്രൽ ബാങ്കുകൾ ചെയ്യുന്ന കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് RBI ചോദിക്കും. ഇവിടെ ചോദിക്കുന്നത് വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കുകൾ പെർഫോം ചെയ്യേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് നോട്ട് ഇഷ്യൂ. Then second one is banker, agent and advisor to the government. Then third one is functions of bankers bank, and next one is lender of last resort. Then fifth point is central
clearance, settlement and transfer, custodian of gold and foreign exchange reserve, and controller of credit. Next one is dissemination of information, miscellaneous functions. അപ്പോൾ സെൻട്രൽ ബാങ്കുകൾ ചെയ്യുന്ന ഫങ്ഷൻസിൽ ഏതൊക്കെയാണ്? നോട്ട് ഇഷ്യൂ, ബാങ്കർ, ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ്, ഫങ്ഷൻസ് ഓഫ് ബാങ്കേഴ്സ് ബാങ്ക്, ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, സെൻട്രൽ ക്ലിയറൻസ്, സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ, custodian of gold and foreign exchange reserve, controller of credit, dissemination of information and miscellaneous functions. Then first one is note issue. The central bank of a country has the sole monopoly of note issue in almost every country. എല്ലാ രാജ്യത്തിൻ്റെയും മൊണോപ്പൊളി, അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി ഹാസ് ദ സോൾ മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. പണം ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത്, നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിലായിരിക്കും. ദ കറൻസി നോട്ട്സ് പ്രിൻറ്റഡ് ആൻഡ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ബിക്കം അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ ത്രൂ ഔട്ട് ദ കൺട്രി. The central bank usually keeps three considerations in which regarding issue of notes: uniformity, safety and elasticity. ഈ 3 പോയിന്റുകളെ വെച്ചുകൊണ്ടാണ് ഓരോ രാജ്യവും ആ രാജ്യത്തിൻ്റെ പണം അച്ചടിച്ചിറക്കാനുള്ള അധികാരം സെൻട്രൽ ബാങ്കിനാണ്. അപ്പോൾ ആദ്യം ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, പണം ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം. ഏറ്റവും പ്രൈമറി ഫങ്ഷനാണ് സെൻട്രൽ ബാങ്കിൻ്റെ മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. സെക്കൻഡ് വൺ ഈസ് banker, agent and advisor to the government. Then central bank acting as an agent of the government, banker acting as a banker of government, central bank acting as an advisor to the government. ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറായിട്ട് ആക്ട് ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു, എന്നാൽ അതേസമയം തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് another functions performed by the central bank. Then first one is central bank functions: banker, agent and advisor to the government. As banker to the government, the central bank maintain the accounts of the government department, boards, institution. ഒരു ആ രാജ്യത്തിൻ്റെ ആ ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ then അവിടെ എന്ത് ചെയ്യുന്നു? ടു മെയിൻറ്റെയിൻ ദ അക്കൗണ്ട്സ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ബോർഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. Then it performs almost all the functions of government as the commercial banks usually perform their customers. All the government as the commercial banks യൂഷ്വലി പെർഫോം ദെയർ കസ്റ്റമേഴ്സ്. ഒരു കമേഴ്സ്യൽ ബാങ്ക് കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്ന എല്ലാ സർവീസസും ഇവിടെ സെൻട്രൽ ബാങ്ക് ആർക്ക് ചെയ്തു കൊടുക്കുകയാണ്? ഗവൺമെൻറ്റിന് വേണ്ടി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക, ഗവൺമെൻറ്റിന് വേണ്ടി ലോൺ കൊടുക്കുക. അവിടെ ഓൺലി ഒരു കസ്റ്റമർ മാത്രമാണ് അവിടെ ഉണ്ടായിരിക്കുക. ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ് അവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും സെയിം ടൈം ഗവൺമെൻറ് ലോണുകളും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത്. then central bank acting as a banker to the government. ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. then besides maintaining the government deposits, it advances short term loans to the government, makes extraordinary advances during emergencies and also provides foreign exchange reserve to the government. then കമേഴ്സ്യൽ ബാങ്കുകൾ ആക്ട് ചെയ്യുന്ന അതേ ഫങ്ഷൻസ് പോലെ തന്നെയാണ് ഇവിടെ RBI. നമ്മൾ പറയുന്നത് RBI എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ്. പക്ഷേ സെയിം ടൈം ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കുകൾ പെർഫോം ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും, അതായത് ഗവൺമെൻറ്റിന് വേണ്ടി ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ ഡെപ്പോസിറ്റ്സ് എല്ലാം ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഗവൺമെൻറ്റിന് വേണ്ടി ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക, ഷോർട്ട് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ ഏതെങ്കിലും എന്താ പറയുക കലാമിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് രാജ്യത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സോൾവ് ചെയ്യുക, ഇതൊക്കെ അതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൂടെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. then central bank renders the following agency function to the government. അതുകൂടാതെ തന്നെ then ഫസ്റ്റ് വൺ പറയുന്നത് സെൻട്രൽ ബാങ്ക് ആക്ടിങ് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡറി വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് then സെൻട്രൽ ബാങ്ക് ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ്, ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്ക് റെൻഡേഴ്സ് ദ ഫോളോയിങ് ഏജൻസി സർവീസസ് ടു ദ ഗവൺമെൻറ്റിന് വേണ്ടി ചില സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. then ഫസ്റ്റ് വൺ മേക്കിംഗ് ആൻഡ് റിസീവ് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്
എന്ത് ചെയ്യുന്നു, ഫണ്ട് മൊബിലൈസ് ചെയ്യുകയും അതേസമയം തന്നെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. മേക്കിംഗ് ആൻഡ് റിസീവിങ് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റുകളൊക്കെ നടത്തുന്നുണ്ട്. ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഗവൺമെൻറ് ബോണ്ട്. ദെൻ അവിടെ എന്ത് ചെയ്യുന്നു, ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഗവൺമെൻറ് ബോണ്ട്. ദെൻ ക്യാരിങ് ഔട്ട് അറേഞ്ച്മെൻറ്റ് ഫോർ റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്, റേസിംഗ് ലോൺസ് ആൻഡ് ട്രഷറി ബിൽസ്, മാനേജിങ് പബ്ലിക് ഡെപ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്, receiving taxes etc. on behalf of the government. അപ്പോൾ ഏതൊക്കെ സർവീസസ് ആണ്? മേക്കിംഗ് ആൻഡ് റിസീവ് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്, ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഗവൺമെൻറ്, ക്യാരിങ് ഔട്ട് അറേഞ്ച്മെൻറ്റ് ഫോർ റിഡംഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്, റേസിംഗ് ലോൺസ് ആൻഡ് ട്രഷറി ബിൽസ്, മാനേജിങ് പബ്ലിക് ഡെപ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്, receiving taxes etc. on behalf of the government. These are the agency services performed by the central bank. Besides as an advisor to the government, the central bank advises the government to follow some suitable monetary policy and also on various economic problems faced by the country. ആ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് സെൻട്രൽ ബാങ്ക് എന്നുള്ള രീതിയിൽ ഒരുപാട് അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോണിറ്ററി പോളിസീസ്, സൂട്ടബിൾ ആയിട്ടുള്ള മോണിറ്ററി പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കാണ് ആരെ സഹായിക്കുന്നത്? ഗവൺമെൻറ്റിനെ സഹായിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാങ്കർ ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുകയോ ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുകയോ ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൂടെ പെർഫോം ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ ഈസ് ഫങ്ഷൻസ് ഓഫ് ബാങ്കേഴ്സ് ബാങ്ക്. ഫങ്ഷൻസ് ഓഫ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുമ്പോൾ എല്ലാ ബാങ്കുകളുടെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ആസ് എൻ എസെൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് ദ സെൻട്രൽ ബാങ്ക് ഈസ് ടു ആക്ട് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഹാസ് ഓൾമോസ്റ്റ് ദ സെയിം റിലേഷൻ വിത്ത് ഓൾ അതർ ബാങ്ക്സ് ആസ് ഓർഡിനറി ബാങ്ക് ഹാസ് വിത്ത് കസ്റ്റമേഴ്സ്. ദേ കീപ്പ് ഇൻ കസ്റ്റഡി ദ ക്യാഷ് റിസർവ് ഓഫ് ദ കമേഴ്ഷ്യൽ ബാങ്ക്സ്. The central bank fixes rate of cash reserve ratio, which means that percentage of the term deposit, savings deposit and current deposit to kept by commercial banks with the central bank. Besides this, the central bank rediscount the bill of commercial banks and provides necessary leadership to the commercial bank. കമേഴ്ഷ്യൽ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുകയും കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും അതേപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഫിക്സസ് ക്യാഷ് റിസർവ് റേഷ്യോ വിച്ച് മീൻസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ ടേം ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ് ആൻഡ് കറൻസി ഡെപ്പോസിറ്റ് ടു കെപ്റ്റ് കമേഴ്ഷ്യൽ ബാങ്ക് വിത്ത് സെൻട്രൽ ബാങ്ക്. ക്യാഷ് റിസർവ് റേഷ്യോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രെഡിറ്റ് ക്രിയേഷൻ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ആ ക്രെഡിറ്റ് ക്രിയേഷൻ എടുക്കുമ്പോൾ ഓരോ ഡെപ്പോസിറ്റിൻ്റെയും സെർട്ടൻ പെർസെൻറ്റേജ് ക്യാഷ് റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ഈ ക്യാഷ് റിസർവ് എന്ന് പറയുന്നത് ഓരോ ഡെപ്പോസിറ്റിൻ്റെയും സെർട്ടൻ പെർസെൻറ്റേജ് എമൗണ്ട് ബാങ്കുകൾ, കമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു എമൗണ്ടിനെയാണ് ക്യാഷ് റിസർവ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് റിസർവ് കൂട്ടുകയും കുറച്ചും ചെയ്തുകൊണ്ട് മൊത്തത്തിലുള്ള പണത്തിൻ്റെ വിനിമയത്തെ RBI കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഒരു സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഫങ്ഷൻസ് ഓഫ് ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ CRR കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് മൊത്തം ബാങ്കുകളെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരവും സെൻട്രൽ ബാങ്കിനുണ്ട്. അപ്പോൾ സെൻട്രൽ ബാങ്ക് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, സെൻട്രൽ ബാങ്ക് ആക്ടിങ് ആസ് എൻ ഏജൻറ്റ്, ബാങ്കർ ആൻഡ് അഡ്വൈസർ ടു ദി ഗവൺമെൻറ് ആൻഡ് ഓൾസോ ഫങ്ഷൻസ് ഓഫ് ബാങ്കേഴ്സ് ബാങ്ക്. എല്ലാ ബാങ്കുകളുടെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന മറ്റൊരു ഫങ്ഷൻ കൂടെയുണ്ട്. Then next point is lender of last resort. Lender of last resort. Lender of last resort le the central bank acting as a lender of last resort, which means that if a commercial bank fails to get financial help from anywhere, it can approach the central bank for financial assistance. Assistance is provided to commercial bank against eligible securities. അതായത് എല്ലാ ബാങ്കുകൾക്കും ആശ്രയിക്കാനുള്ള അവസാന ആശ്രയ കേന്ദ്രമാണ് ഇത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും മറ്റെല്ലാ കമേഴ്ഷ്യൽ ബാങ്കുകളുടെയും ഒരു എന്താ പറയുക, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ഒരു ലാസ്റ്റ് റിസോർട്ടാണ്, ഒരു ആശ്രയ കേന്ദ്രമാണ് അവിടെ എന്ത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ സെൻട്രൽ ബാങ്ക് പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കമേഴ്ഷ്യൽ ബാങ്ക്
അഗെയിൻസ്റ്റ് എലിജിബിൾ സെക്യൂരിറ്റീസ്. പ്രോപ്പർ സെക്യൂരിറ്റീസിൻ്റെ ബേസിൽ മാത്രമാണ് അവിടെ നിന്നും സെൻട്രൽ ബാങ്കിൽ നിന്നും എന്ത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആർക്ക് കിട്ടുള്ളൂ, ദെൻ കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും സെൻട്രൽ ബാങ്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സുമായിട്ട് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ കൂടെ സെൻട്രൽ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ബാങ്കുകളോ മറ്റു ബാങ്കുകളോ ഒക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടും സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഫോർത്ത് പോയിന്റ് എന്താ പറഞ്ഞാൽ, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് സെൻട്രൽ ക്ലിയറൻസ് സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അവിടെ ദ സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ ദ കമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓൾ ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഹാവ് accounts with the central bank, hence the central bank can settle their claims and counter claims of the commercial banks with a minimum use of cash. അവിടെ ദ സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ്. സെൻട്രൽ ബാങ്ക് ഒരു ക്ലിയറിംഗ് ഹൗസായിട്ട് ആക്ട് ചെയ്യുന്നു ഫോർ ദ കമേഴ്ഷ്യൽ ബാങ്ക്. എല്ലാ കമേഴ്ഷ്യൽ ബാങ്കുകളുടെയും ഒരു ക്ലിയറിംഗ് ഹൗസായിട്ട് സെൻട്രൽ ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓൾ ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഹാവ് അക്കൗണ്ട്സ് വിത്ത് ദ സെൻട്രൽ ബാങ്ക്, ഹെൻസ് ദ സെൻട്രൽ ബാങ്ക് ക്യാൻ സെറ്റിൽ ദെയർ ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് ഓഫ് ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് വിത്ത് എ മിനിമം യൂസ് ഓഫ് ക്യാഷ്. Then sixth point, custodian of gold and foreign exchange reserve. അവിടെ കസ്റ്റോഡിയൻ ഓഫ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്, സെൻട്രൽ ബാങ്ക് ഓൾസോ ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളുടെയും അതുപോലെ തന്നെ ഗോൾഡിൻ്റെയും ഒരു കസ്റ്റോഡിയനായിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ദ സെൻട്രൽ ബാങ്ക് മാനേജസ് ഇറ്റ്സ് ജുഡീഷ്യലി ടു ഓവർകം ദ പ്രോബ്ലംസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ സ്റ്റെബിലൈസിങ് ദ റേറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. Custodian of gold and foreign exchange reserve. Then seventh point is controller of credit. മൊത്തം രാജ്യത്തിൻ്റെ വായ്പാ നയത്തെയും കൺട്രോൾ ചെയ്യുന്ന കൺട്രോളറായിട്ട് ആക്ട് ചെയ്യുന്ന കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് ഈസ് ടു കൺട്രോൾ ദ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് സിനാരിയോ ഓഫ് ദ കൺട്രി. Then the central bank is to regulate the volume of credit and channelize the credit into directions suitable to the economy. By proper credit control measures, the central bank of a country can successfully limit the evil effect of the inflation and deflation. Controller of credit. മൊത്തം രാജ്യത്തിൻ്റെ വായ്പാ നയത്തെയും കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ സെൻട്രൽ ബാങ്ക് ടു റെഗുലേറ്റ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് ആൻഡ് ചാനലൈസ് ക്രെഡിറ്റ് ഇൻ ടു ഡയറക്ഷൻ സ്യൂട്ടബിൾ ദി എക്കോണമി. എക്കോണമിയുടെ സ്യൂട്ടബിൾ മോണിറ്ററി പോളിസിക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ RBIയുടെ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. ബാങ്ക് റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ എല്ലാ രാജ്യത്തിൻ്റെ മൊത്തം വായ്പാ നയത്തെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ദെൻ സെൻട്രൽ ബാങ്കിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ബൈ പ്രോപ്പർ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് കൺട്രി ക്യാൻ സക്സസ്ഫുള്ളി ലിമിറ്റ് ദ ഇവിൾ ഇഫക്റ്റ് ഓഫ് ദ ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷനെ ഡിസെമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം. അതായത് അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ സെൻട്രൽ ബാങ്ക് ഈസ് ടു കളക്ട് വെറൈറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഡാറ്റ ആൻഡ് പബ്ലിഷ് ഇറ്റ്സ് പീരിയോഡിക്കൽസ്. The data relating to banking, currency and foreign exchange reserve helps formulation of planning and decision-making activities. The information is also useful to investors, stockbrokers, researchers and academicians. Disseminate എന്ന് പറയുമ്പോൾ അവിടെ എലിമിനേഷൻ പ്രോസസ്സിലൂടെ അവിടെ നമ്മൾ ഡിസെമിനേറ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഡാറ്റാസ് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യാം. ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ, ഒരുപാട് ഡാറ്റ കളക്ഷനിലൂടെ ഒരുപാട് ഡാറ്റാസ് നമുക്ക് കിട്ടും. അത് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, പബ്ലിഷ് ചെയ്യില്ല. ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുകയും അല്ലാത്തവ നമ്മൾ കളയുകയും ചെയ്യുക എന്ന് പറയുന്നതാണ്. ദെൻ അവിടെ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. അവിടെ ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് മിസ്ലേനിയസ് ഫങ്ഷൻസ്. In addition to the above function, the central bank also perform the following function. It issues periodical returns and statements relating to different aspects of monetary and economic policies. Act as an agent of international financial institutions like the IMF and IBRD.
Maintains Department of Research and Statistical and publishes information of monetary and banking nature. Coordinate agriculture credit in the country. Then next one പറയുന്നത് ഇത് കൂടാതെ ഒരുപാട് മിസ്ലേനിയസ് ഫങ്ഷൻസ് കൂടെ സെൻട്രൽ ബാങ്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇഷ്യൂ പീരിയോഡിക്കൽ റിട്ടേൺസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് മോണിറ്ററി ആൻഡ് എക്കണോമിക് പോളിസീസ്. Then next one is acting as an agent of international financial institutions like the IMF and IBRD. Then next one is maintain departments of research and statistical and publishes information of monetary and banking nature. Then coordinate agriculture credit in the country through various agriculture credit agencies. Extend training facilities to the staff working in the banking field. These are the important functions performed by the central bank. അപ്പോൾ സെൻട്രൽ ബാങ്ക് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എല്ലാ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കുകൾ ചെയ്യുന്ന ഫങ്ഷൻസ്: മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, acting as a banker, agent and advisor to the government. Then next one is functions of bankers bank. എല്ലാ ബാങ്കുകളുടെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, എല്ലാ കമേഴ്സ്യൽ ബാങ്കുകളുടെയും അവസാന ആശ്രയ കേന്ദ്രം എന്ന് പറയുന്നത് അവിടെ എന്താണ്? സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ക്ലിയറൻസ്, അതായത് സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ. മ്യൂച്വൽ ഇൻഡെപ്റ്റഡ്നെസ് ഉണ്ടായിരിക്കാം. മ്യൂച്വലായിട്ട് മറ്റ് ബാങ്കുകൾ പരസ്പരം എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ ദ കമേഴ്സ്യൽ ബാങ്ക്. കമേഴ്സ്യൽ ബാങ്കിൻ്റെ ഒരു ക്ലിയറിംഗ് ഹൗസായിട്ട് സെൻട്രൽ ബാങ്ക് ആക്ട് ചെയ്യുന്നു. ഓൾ ദ കമേഴ്സ്യൽ ബാങ്ക് അക്കൗണ്ട്സ് വിത്ത് സെൻട്രൽ ബാങ്ക് ഹെൻസ് ദ സെൻട്രൽ ബാങ്ക് ക്യാൻ സെറ്റിൽ ദെയർ ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് ഓഫ് ദ കമേഴ്സ്യൽ ബാങ്ക്സ് വിത്ത് എ മിനിമം യൂസ് ഓഫ് ക്യാഷ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അതായത് ഗോൾഡിൻ്റെയോ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെയോ ഒക്കെ റിസർവുകളുടെയൊക്കെ കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കുന്നു. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, മൊത്തം രാജ്യത്തിൻ്റെ വായ്പാ നയത്തെ കൺട്രോൾ ചെയ്യുന്നു. ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുകയും അല്ലാത്തവ കളയുകയും ചെയ്ത് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് പബ്ലിക്കിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടോ അക്കാദമീഷ്യൻസിന് വേണ്ടിയിട്ടോ ബ്രോക്കേഴ്സിന് വേണ്ടിയിട്ടോ എല്ലാം പ്രോപ്പർ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് മിസ്ലേനിയസ് ഫങ്ഷൻസ്, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നു. എക്കണോമിക് പോളിസീസൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് അനദർ ഫങ്ഷൻസ് കൂടെ സെൻട്രൽ ബാങ്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് the central bank and economic growth. The role of central bank for the economic development. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ദെൻ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ സെൻട്രൽ ബാങ്ക് ഇനീഷ്യേറ്റ് സ്റ്റെപ്സ് ടു സ്പ്രെഡിങ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഇൻ ദ അണ്ടർ ബാങ്ക്ഡ് റൂറൽ ഏരിയാസ് ഓഫ് ദ കൺട്രി. ദെൻ അവിടെ എന്ത് ചെയ്യുന്നു? റൂറൽ ഏരിയകളിലെ ബാങ്കിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇനീഷ്യൽ സ്റ്റെപ്സ് സെൻട്രൽ ബാങ്ക് എടുത്തിട്ട് ഒരു റീജിയണൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് സെൻട്രൽ ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദ സെൻട്രൽ ബാങ്ക് അണ്ടർടേക്ക് ദ റിഫോം മെഷേഴ്സ് ടു സ്ട്രെങ്തൻ ദ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദ സെൻട്രൽ ബാങ്ക് അണ്ടർടേക്സ് റിഫോംസ് മെഷേഴ്സ്, അതായത് റിഫോംസ് പുതിയ നല്ല ശരിയായിട്ടുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെയും അതേപോലെ തന്നെ മണി മാർക്കറ്റിനെയും കൺട്രോൾ ചെയ്യുന്നു. The central bank undertake reform measures to strengthen the money market and capital market. മണി മാർക്കറ്റിനെയും അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെയും കൺട്രോൾ ചെയ്യുന്നു. The central bank provides necessary advice to the government on crucial economic and financial matters. Central bank provides necessary advice to the government. ഗവൺമെൻറ്റിന് ശരിയായിട്ടുള്ള അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നു. Then next one is the central bank undertake promotional and development activities, particularly in backward areas. Central bank undertake the promotional and development activities, particularly in backward areas. Then last point is the central bank act as a facilitator. സെൻട്രൽ ബാങ്ക് ഒരു ഫെസിലിറ്റേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ സെൻട്രൽ ബാങ്ക് ആക്ടിങ് ആസ് എ ഫെസിലിറ്റേറ്റർ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്, കമേഴ്സ്, ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ. ഇൻഡസ്ട്രിയൽ സെക്ടറിനെയും കമേഴ്സ്യൽ സെക്ടറിനെയും അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിനെയും ഒക്കെ
ആവശ്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റർ ഏതൊക്കെയാണ് അത്തരം മേഖലകളിൽ ആവശ്യമുള്ളത്. അത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നീഡി പ്രോസസ്സുകളെക്കുറിച്ച് സെൻട്രൽ ബാങ്ക് വിലയിരുത്തും. അതേപോലെ തന്നെ ട്രേഡിംഗ് സെക്ടറിനെയും ഇൻഡസ്ട്രിയൽ സെക്ടറിനെയും അഗ്രികൾച്ചർ സെക്ടറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ബാങ്ക് എക്കണോമിക് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സൊക്കെ ഇനീഷ്യൽ സ്റ്റെപ്സൊക്കെ എടുക്കുന്നുണ്ട്. ദെൻ ബാങ്കിങ് ഫെസിലിറ്റീസിൽ ദെൻ അവിടെ എന്ത് ചെയ്യുന്നു, ബാക്ക്വേർഡ് ഏരിയാസിൽ ബാങ്കിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇനീഷ്യൽ സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. സെൻട്രൽ ബാങ്ക് undertake reform measures to strengthen the money market and capital market. The central bank provides necessary advice to the government. Then the central bank undertake promotional and development activities. The central bank act as a facilitator for the development of trade, commerce, industry and agriculture. The next one, central bank versus commercial bank. Central ബാങ്കും കമേഴ്സ്യൽ ബാങ്കും തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ടോപ്പിക് അതാണ്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രൽ ബാങ്ക് ആൻഡ് കമേഴ്സ്യൽ ബാങ്ക്. ഒരു രാജ്യത്തിൻ്റെ കമേഴ്സ്യൽ ബാങ്ക്സുകളും അതേപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ദെൻ സെൻട്രൽ ബാങ്ക് ഈസ് ദ അപ്പെക്സ് ബാങ്ക് ഇൻ ബാങ്കിങ് സ്ട്രക്ചർ. അപ്പോൾ ബാങ്ക് സ്റ്റാറ്റസിലെ അപ്പെക്സ് ബാങ്കിൻ്റെ ബാങ്കിങ് സ്ട്രക്ചർ, ദെൻ കോൺസ്റ്റിറ്റ്യൂട്ട് ബാങ്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടൻറ്റ് ബാങ്കിൻ്റെ സ്ട്രക്ചർ. അതായത് ഒരു സാധാരണ രീതിയിൽ ആ ബാങ്ക് കമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകളും അതേസമയം എല്ലാ ബാങ്കുകളുടെയും അപ്പെക്സ് ബാങ്കാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ഡിഫറൻസ്. ദെൻ മെയിൻ മോട്ടീവ്, ദെൻ എക്കണോമിക് ഗ്രോത്ത് ആയിരിക്കും സെൻട്രൽ ബാങ്കിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. ക്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് മോട്ടീവ് ഓഫ് കമേഴ്സ്യൽ ബാങ്ക്. ദറ്റ് ഈസ് എ സെക്കൻഡ് ഡിഫറൻസ്. തേർഡ് വൺ, ഓണർഷിപ്പ്. സെൻട്രൽ ബാങ്ക് ഓൺഡ് ബൈ ദ ഗവൺമെൻറ്, പ്രൈവറ്റ് ദെൻ കമേഴ്സ്യൽ ബാങ്ക് ഓൺഡ് ബൈ പ്രൈവറ്റ് ഓർ പബ്ലിക് സെക്ടർ ആണ്. അപ്പോൾ അതായത് ഇവിടെ പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓൺഡ് ബൈ ദ ഗവൺമെൻറ്. സെൻട്രൽ ബാങ്കിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. എന്നാൽ കമേഴ്സ്യൽ ബാങ്കുകളുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റോ പബ്ലിക്കോ ആയിട്ടുള്ള വ്യക്തികളുടെ കയ്യിലായിരിക്കും. ദെൻ കോമ്പറ്റീഷൻ ഡസ് നോട്ട് കോമ്പീറ്റ് വിത്ത് കമേഴ്സ്യൽ ബാങ്ക്. ഒരിക്കലും സെൻട്രൽ ബാങ്കിന് കമേഴ്സ്യൽ ബാങ്കുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടതില്ല. എന്നാൽ കമേഴ്സ്യൽ ബാങ്കുകൾ പരസ്പരം എന്തുണ്ടായിരിക്കും, ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ഡീലിംഗ് വിത്ത് പബ്ലിക് ഡസ് നോട്ട് ഡീൽ വിത്ത് പബ്ലിക്. ഒരിക്കലും സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് പബ്ലിക്കുമായിട്ട് നേരിട്ട് യാതൊരു ഇടപാടുകളും ഇല്ല. എന്നാൽ കമേഴ്സ്യൽ ബാങ്ക് ഡീൽ വിത്ത് പബ്ലിക്. അവരിപ്പോഴും പബ്ലിക്കുമായിട്ടാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് കൺട്രോൾ ഓവർ കമേഴ്സ്യൽ ബാങ്ക്സ്. അതായത് കമേഴ്സ്യൽ ബാങ്കുകളുടെ മേലെ സെൻട്രൽ ബാങ്കിന് അധികാരമുണ്ട്. എന്നാൽ നോ കൺട്രോൾ ഓവർ ദി സെൻട്രൽ ബാങ്ക്. ഒരിക്കലും കമേഴ്സ്യൽ ബാങ്കുകൾക്ക് ആരുടെ മേലെ അധികാരമില്ല, സെൻട്രൽ ബാങ്കിന് മേലെ യാതൊരു അധികാരവുമില്ല. നോട്ട് ഇഷ്യൂ, അതായത് സെൻട്രൽ ബാങ്ക് ക്യാൻ ഇഷ്യൂ നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. നോ അതോറിറ്റി ടു ഇഷ്യൂ നോട്ട്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഒരിക്കലും കമേഴ്സ്യൽ ബാങ്കുകൾക്കില്ല. കസ്റ്റോഡിയൻ, അതായത് കസ്റ്റോഡിയൻ ഓഫ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ ഗോൾഡിൻ്റെയും അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചുകളുടെയൊക്കെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കാണ്. കസ്റ്റോഡിയൻ ഓഫ് വാല്യുബിൾസ് ഓഫ് കസ്റ്റമേഴ്സ്. ഇവിടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ വല്ല ഡോക്യുമെൻറ്റ്സോ ഗോൾഡോ ഒക്കെ കസ്റ്റഡിയിൽ വെക്കുക എന്നല്ലാതെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള കസ്റ്റഡി ആർക്കില്ല. ദെൻ കമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഇല്ല. ദെൻ ബാങ്കർ ടു ദ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടാണ് സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്നത്. എന്നാൽ ബാങ്കർ ടു ദ പബ്ലിക്, ജനങ്ങളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത്, കസ്റ്റമേഴ്സിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് കമേഴ്സ്യൽ ബാങ്കുകളാണ്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടാണ് സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്നത്. റെഗുലേറ്റ് ദ എക്കോണമി. മൊത്തം രാജ്യത്തിൻ്റെ എക്കോണമിയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ്, റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻ. അത്തരത്തിലുള്ള യാതൊരു റെസ്പോൺസിബിലിറ്റീസും ആർക്കില്ല, കമേഴ്സ്യൽ ബാങ്കുകൾക്കില്ല. ആരെയും റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രൽ ബാങ്ക് ആൻഡ് കമേഴ്സ്യൽ ബാങ്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെൻട്രൽ ബാങ്കും കമേഴ്സ്യൽ ബാങ്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മൊത്തം രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും ബാങ്കാണ്, അപ്പെക്സ് ബാങ്കാണ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. പണം അടിച്ചെടുക്കാനുള്ള അധികാരമുള്ളത് സെൻട്രൽ ബാങ്കിനാണ്. മൊത്തം എക്കോണമിയെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ബാങ്കിനാണുള്ളത്. നോട്ട് അടിച്ചിറക്കാനുള്ള അധികാരമുണ്ട്. മൊത്തം കമേഴ്സ്യൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇത്തരത്തിലുള്ള അധികാരങ്ങളൊന്നും തന്നെ ആർക്കില്ല, കമേഴ്സ്യൽ ബാങ്കുകൾക്കില്ല. കമേഴ്സ്യൽ ബാങ്കുകളുടെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് തന്നെ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്ന് പറയുന്നതാണ്. അതായത് മൊത്തം രാജ്യത്തിൻ്റെ
കമേഴ്ഷ്യൽ ബാങ്കുകൾ ആസ് എ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും അതേസമയം പണം കടം കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രൽ ബാങ്ക് ആൻഡ് കമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്തൊക്കെയാണെന്ന് നോക്കാം. Then അവിടെ ഫസ്റ്റ് വൺ ഈസ് സെൻട്രൽ ബാങ്ക്. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ സെൻട്രൽ ബാങ്ക്? സെൻട്രൽ ബാങ്ക് ഓപ്പറേറ്റ് ടു കൺട്രോൾ എക്കോണമി, സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. ആ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സെൻട്രൽ ബാങ്ക് ഓപ്പറേറ്റ് ടു കൺട്രോൾ എക്കോണമി, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സംവിധാനമാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്, പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യുന്നതും അവിടെ സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ അവിടെ സെൻട്രൽ ബാങ്ക് ഓപ്പറേറ്റ്സ് ടു കൺട്രോൾ economy, supply of money and credit. Then what are the features of central bank? Apex institution, public welfare, no profit motive, wholly owned by the government, control of economy, wide powers, cooperation with the national government, no political interference. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ. ദെൻ ഫീച്ചേഴ്സിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പബ്ലിക് വെൽഫെയർ, രാജ്യത്തിൻ്റെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നോ പ്രോഫിറ്റ് മോട്ടീവ്, ലാഭം എന്ന് പറയുന്നത് ഇച്ഛിക്കുന്നത് പോലുമില്ല. അതേപോലെ തന്നെ ഫുള്ളി ഓൺഡ് ബൈ ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് ഇത് സെൻട്രൽ ബാങ്ക്. വൈഡ് പവേഴ്സ്, ഒരുപാട് അധികാരങ്ങൾ സെൻട്രൽ ബാങ്കിനുണ്ട്. അതേപോലെ തന്നെ വോള്ളി ഓൺഡ് ബൈ ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള ബാങ്കാണ് ഇത് സെൻട്രൽ ബാങ്ക്. കോപ്പറേഷൻ വിത്ത് നാഷണൽ ഗവൺമെൻറ്, രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുമായി, ഓരോ രാജ്യത്തിൻ്റെയും ഗവൺമെൻറ്റുമായി ഇഴകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ബാങ്കാണ് ഇത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. നോ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്, ഒരു കാരണവശാലും അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇൻ്റർഫറൻസ് ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല, ഇത്തരത്തിലുള്ള സെൻട്രൽ ബാങ്കിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്നില്ല. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സെൻട്രൽ ബാങ്ക്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്? Then monopoly of note issue, bankers bank, ബാങ്കർ, ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുക, ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുക, ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെൻട്രൽ ബാങ്ക് ചെയ്യേണ്ടത്? മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ, പണം അച്ചടിച്ചിറക്കാനുള്ള അധികാരം. ബാങ്കർ, ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ടോ ഏജൻറ്റായിട്ടോ അഡ്വൈസറായിട്ടോ പ്രവർത്തിക്കുക. ഫങ്ഷൻസ് ഓഫ് ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, എല്ലാ ബാങ്കുകളുടെയും അവസാന ആശ്രയ കേന്ദ്രമാണ് ഇത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക് പ്രൊവൈഡ്സ് ഫിനാൻസ് ടു ദ അതർ ബാങ്ക്സ് അഗെയിൻസ്റ്റ് ദ കൊളാട്രൽ സെക്യൂരിറ്റീസ്, പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റീസിന് വെച്ചുകൊണ്ട് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ക്ലിയറിംഗ് ഹൗസ്, സെൻട്രൽ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ, ക്ലിയറിംഗ് ഹൗസായിട്ട് പ്രവർത്തിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് കസ്റ്റോഡിയൻ ഓഫ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതായത് ഗോൾഡിൻ്റെയോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളുടെയൊക്കെ കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, മൊത്തം രാജ്യത്തിൻ്റെ വായ്പാ നയത്തെയും കൺട്രോൾ ചെയ്യുന്നു. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ, ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷനിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് മിസ്ലേനിയസ് ഫങ്ഷൻസ്, ഇത് കൂടാതെ ഒരുപാട് ഫങ്ഷൻസ് കൂടെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? നോട്ട് ഇഷ്യൂ, ബാങ്കർ, ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ്, ഫങ്ഷൻസ് ഓഫ് ബാങ്കേഴ്സ് ബാങ്ക്, ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, സെൻട്രൽ ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ്, കസ്റ്റോഡിയൻ ഓഫ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, controller of credit, dissemination of information and miscellaneous function. These are the functions performed by the central bank. Then next topic, what are the important role of central bank for the economic growth? രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നത് എന്തൊക്കെയാണ്? സെൻട്രൽ ബാങ്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ്. അതിൽ സെൻട്രൽ ബാങ്ക് ടേക്ക് ഇനീഷ്യൽ സ്റ്റെപ്പ് ടു സ്പ്രെഡ് ബാങ്കിങ് ഫെസിലിറ്റീസ്. The central bank undertake reform measures to strengthen the crucial economic and financial matters, etc. Then next topic, what are the important difference between സെൻട്രൽ ബാങ്ക് ആൻഡ് കമേഴ്ഷ്യൽ ബാങ്ക്? സെൻട്രൽ ബാങ്കും കമേഴ്ഷ്യൽ ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻട്രൽ ബാങ്ക് ആക്ടിങ് ആസ് ആൻ അപ്പെക്സ് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു.
ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെൻട്രൽ ബാങ്ക് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഓൺഡ് ബൈ ഗവൺമെൻറ്, does not compete with the commercial banks, does not deal with the public, then control over commercial banks, can issue notes, then custodian of gold and foreign exchange reserve, banker to the government, regulate the economy. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുന്നത് കമേഴ്ഷ്യൽ ബാങ്കുകൾ പബ്ലിക്കുമായിട്ട് ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് ദെൻ അവിടെ ഡീലിങ്സ് കമേഴ്ഷ്യൽ ബാങ്കുകളുമായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ടോ ഇടപെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുക. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രൽ ബാങ്ക് ആൻഡ് കമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രൽ ബാങ്ക് ആൻഡ് കമേഴ്ഷ്യൽ ബാങ്ക്. സെൻട്രൽ ബാങ്കും അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ബാങ്കും നേരിടുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന വ്യത്യാസം എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്കുകളുടെ കർത്തവ്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത് അല്ലേ. ഓരോ രാജ്യത്തും അതിൻ്റേതായിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഉണ്ട്. ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി പ്രവർത്തിക്കുന്നു, ആ രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലേ, രാജ്യത്തിൻ്റെ ഒരു എക്കണോമിക് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ മൊത്തം നമ്മുടെ രാജ്യത്തിൻ്റെയും കുറിച്ച് പഠിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബാങ്കാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ RBI കുറിച്ച് പറയും. RBI എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സെൻട്രൽ ബാങ്കാണ് ഇത് RBI എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ RBIനെ കുറിച്ചിട്ടാണ് പഠിക്കുക. അപ്പോൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് ഇതേപോലെ ഈ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചും ഓരോ രാജ്യത്തും അതിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് സംഭവിക്കണേ, രാജ്യത്തിൻ്റെ മൊത്തം വായ്പാ നയത്തെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, സപ്ലൈ ഓഫ് മണി പണത്തിൻ്റെ വിനിമയം, ഇൻഫ്ലേഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ദെൻ മൊത്തം ഇപ്പം നമുക്ക് പറയാമല്ലോ ഓരോ രാജ്യത്തിനും അതിൻ്റെ സെൻട്രൽ ബാങ്കാണ് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഒരു തരത്തിലും തകരാതെ പിടിച്ചു നിർത്താനുള്ള ഒരു സ്റ്റെപ്സ് എടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഇങ്ങനെ ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റേതായിട്ടുള്ള സെൻട്രൽ ബാങ്കുകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക, നന്നായിട്ട് വായിച്ചു നോക്കാം. താങ്ക് യു.